प्रफुल्लित है। ഇനി നടക്കാൻ പോകുന്നത് പ്രാണപ്രതിഷ്ഠയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ്. അതിൽ തന്നെ ആ പ്രതിഷ്ഠയ്ക്ക്, ആ മൂർത്തിക്ക്, ആ വിഗ്രഹത്തിന്, ആ ശിലയിൽ തീർത്ത വിഗ്രഹത്തിലേക്ക് ദേവചൈതന്യം പകരുക എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. അതാണ് പ്രാണപ്രതിഷ്ഠ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ദേവചൈതന്യം ആ വിഗ്രഹത്തിലേക്ക് നൽകുക. അതിനെ പുരോഹിതൻ ദേവചൈതന്യത്തെ അതിലേക്ക് പകർത്തുന്ന ഒരു ചടങ്ങാണ്. അപ്പോഴാണ് പ്രതിഷ്ഠ ജീവൻ തുടിക്കുന്നത് ആകുന്നത് വൈദിക വിധി പ്രകാരം. അതുകൊണ്ടാണ് അതിന് ഒരു ചേതനയില്ലാത്ത ഒരു ശരീരത്തിന് അതിലേക്ക് ജീവനെ പകരുന്നതിന് തുല്യമാണ് വൈദിക ക്രിയകൾ എന്ന് നമുക്ക് പറയാം. നമ്മൾ ഈ വേദവിധിയിൽ, അതുപോലെ വേദങ്ങളിൽ, പ്രത്യേകിച്ച് ഋഗ്വേദത്തിലൊക്കെ ഈ പ്രതിഷ്ഠയും താന്ത്രിക വിധി പ്രകാരമുള്ള ചടങ്ങുകളെ പറ്റി വിശദീകരിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് അതിനനുസരിച്ചാണ് അവിടെ ചടങ്ങുകൾ നടക്കുക. താന്ത്രിക വിദ്യയാണ് ഇനി ഈ ക്ഷേത്രത്തിൽ നടക്കാൻ പോകുന്ന ചടങ്ങുകളുടെ ആകെ അതിന്റെ ആ വിധിപ്രകാരമുള്ള ചടങ്ങുകളാണ് ഇനി ആകെ നടക്കാൻ പോകുന്നത്. വേദമന്ത്രങ്ങൾ അവിടെ മുഴങ്ങുകയും ചെയ്യും. ഈ ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി ഒരു ഘട്ടത്തിൽ ഇതിന്റെ നിർമ്മാണം നടക്കുമ്പോൾ പ്രധാനമന്ത്രി ഇതിന്റെ ട്രസ്റ്റ് അംഗങ്ങളോട് മറ്റും പറഞ്ഞത്, ക്ഷേത്രത്തിലെത്തുന്ന ഒരാൾ പിന്നീട് അവിടുത്തെ കാഴ്ചകൾ ഒരിക്കലും മറക്കരുത്, അതെന്നൊന്നും അവർക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്നതാവണം എന്നാണ് പറഞ്ഞത്. ഈ ക്ഷേത്രത്തിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ ആ ട്രസ്റ്റ് ശരിവെച്ചിട്ടുണ്ട് എന്ന് തോന്നും. ക്ഷേത്രത്തിലേക്ക് എത്തുന്നവർക്ക് അത് അവരുടെ മനസ്സിൽ ആ ക്ഷേത്രത്തിലെ ഓർമ്മകൾ, അതിന്റെ രൂപം അത് ഇങ്ങനെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും എന്നത് ഈ ഘട്ടത്തിൽ നമ്മൾ ഓർത്ത് പറയേണ്ട കാര്യമാണ്. ആ ക്ഷേത്രത്തിൽ പോകുമ്പോൾ എല്ലാവർക്കും അറിയാം, ആ ക്ഷേത്രത്തിന്റെ രൂപം നമ്മളുടെ മനസ്സിൽ എക്കാലത്തും കിടക്കും. അങ്ങനെ അതാണ് ഈ രാമവിഗ്രഹത്തിൽ ചൈതന്യമാകുന്ന പ്രാണനെ പ്രവേശിപ്പിക്കുന്ന ഈ പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് കടക്കുമ്പോൾ ആ ക്ഷേത്രത്തെ പറ്റി നമുക്ക് പറയാനുള്ളത് അതാണ്. 12:11 സമയം. 12:29 31 ഇടയിലുള്ള 84 സെക്കൻഡാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. ഈ ദേവചൈതന്യത്തിന്റെ ആ വിഗ്രഹത്തിലേക്ക് സന്നിവേശിപ്പിക്കുന്ന ചടങ്ങ് അതാണ്. ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണ കമ്മിറ്റിയുടെ ചെയർമാൻ നിപേന്ദ്ര മിശ്ര, അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞതാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവർ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ, ആ വെല്ലുവിളികളെ എങ്ങനെയാണ് അവർ അതിജീവിച്ചത് എന്നത്. നമ്മൾ പറഞ്ഞതുപോലെ പൂർണ്ണമായും ഇന്ത്യൻ രീതി, ഭാരതീയ ഈ പദ്ധതി അനുസരിച്ച്, നിർമ്മാണ പദ്ധതി അനുസരിച്ച് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ്. വാസ്തുവിദ്യാ ശൈലിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അതിന് ആത്മനിർഭർ അയോധ്യ എന്നാണ് ഈ ട്രസ്റ്റ് അതിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. ആത്മനിർഭർ അയോധ്യ, സ്വയം പര്യാപ്ത ഇന്ത്യ, ആത്മനിർഭർ ഭാരത് എന്ന പ്രധാനമന്ത്രി കോവിഡ് കാലത്ത് പറഞ്ഞതിന്റെ ചുവട് പിടിച്ച് ആത്മനിർഭർ അയോധ്യ പിന്നീട് രൂപം കൊള്ളുകയായിരുന്നു. ക്ഷേത്രം അവിടെ രൂപം കൊള്ളുകയായിരുന്നു. അത് ഈ ക്ഷേത്രം നിർമ്മിക്കാനായി തെരഞ്ഞെടുത്ത പ്രദേശം തന്നെ അവിടെ ഒരു കാലത്ത് സരയൂ നദി അതിലൂടെ ഒഴുകിയിരുന്നു. അതിലൂടെ ഒരു കാലത്ത് സരയൂ നദി ഒഴുകിയിരുന്നു എന്നാണ് ആ സങ്കല്പം. ആ സരയൂ നദി അതിലൂടെ ഒഴുകുകയും അങ്ങനെ സരയൂ നദി പിന്നീട് വഴിമാറിപ്പോയി മറ്റൊരു ഭാഗത്തേക്ക് അതിന്റെ ഗതി മാറുകയും ചെയ്തപ്പോൾ രൂപപ്പെട്ടതാണ് ചെളി നിറഞ്ഞ, അല്ലെങ്കിൽ ആ ഭാഗം വെള്ളം ഈർപ്പം കൂടുതലുള്ള ഒരു പ്രദേശമായിരുന്നു. അങ്ങനെ ഈർപ്പം കൂടിയ ഒരു പ്രദേശത്ത് ഏതാണ്ട് 1000 വർഷത്തോളം നിലനിൽക്കുന്ന ഭൂകമ്പങ്ങളെ, അതുപോലെ തന്നെ മിന്നലിനെ ഒക്കെ അതിജീവിക്കുന്ന, കനത്ത മഴയെയും വെയിലിനെയും മഞ്ഞുവീഴ്ചയും ഒക്കെ അതിജീവിക്കുന്ന ഒരു ക്ഷേത്രം നിർമ്മിക്കാനായിരുന്നു അയോധ്യ രാമക്ഷേത്ര തീർത്ഥ ട്രസ്റ്റ് തീരുമാനിച്ചത്. അനുസരിച്ചാണ് പിന്നീട് ഈ ജോലികളാകെ പുരോഗമിച്ചത്. ക്ഷേത്രത്തിന്റെ 1ാം ഘട്ടം പൂർത്തിയാകുമ്പോൾ ഏതാണ്ട് നമ്മൾ പറയാറുണ്ടല്ലോ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ, ആ